بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സിറാജുൽ ഹുദയുടെ 20ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യമായി അതിൻ്റെ ഒന്നാമത്തെ പരിപാടി എന്ന നിലക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഇന്ന് വിളിച്ചുകൂട്ടിയത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളും ഈ സ്ഥാപനത്തിന്റെ വക്താക്കളും നിങ്ങളാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ സംഘാടക സമിതി ആവശ്യപ്പെട്ടത് സിറാജുൽ ഹുദ ചരിത്രം വർത്തമാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനാണ്. സിറാജുൽ ഹുദ, സന്മാർഗ ദീപം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ലോകത്ത് ഏത് വിഷയങ്ങൾക്കും രണ്ട് മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സന്മാർഗം, മറ്റൊന്ന് ദുർമാർഗം. സന്മാർഗത്തിന്റെ പാതയിലൂടെ മനുഷ്യരെ നയിക്കാൻ വേണ്ടി നിയുക്തരായവരാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കളും. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും ഉത്തമരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങേ നാം അയച്ചു, ഷാഹിദൻ സാക്ഷിയായി അയച്ചു. ശരിക്കും ഒരു വിഷയത്തിൽ ഹാജരായ വ്യക്തിക്ക് ഉണ്ടാകുന്ന ബോധം മറ്റു ഒരാൾക്കും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഗോപ്യമായ വിഷയങ്ങൾക്കും സാക്ഷിയായ വ്യക്തിയാണ്. നേരിൽ സ്വർഗം കണ്ടിട്ടുണ്ട്, നേരിൽ നരകം കണ്ടിട്ടുണ്ട്, നേരിൽ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, നേരിൽ മലക്കുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ സൃഷ്ടിയായി അവിടുത്തെ ആത്മാവിനെ, നൂറിനെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും അവിടുന്ന് സാക്ഷിയായിട്ടുണ്ട്. വമുബശ്ശിറൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി, സന്മാർഗത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ പറഞ്ഞുകൊടുത്ത്, അവർക്ക് സുവിശേഷങ്ങൾ അറിയിച്ചു കൊടുത്ത്, സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് ആകർഷിപ്പിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന വ്യക്തിയാണ്. വനദീറൻ, മാർഗം പിഴച്ചാൽ
അത് അപകടകരമാണ് എന്നത് താക്കീത് ചെയ്യുക എന്നതും ഒരു പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർഗം പിഴച്ചു പോകുന്നവരെ താക്കീത് ചെയ്യുകയും അതിന്റെ ഭവിഷ്യത്തുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇൽമി, ഏതൊരാൾക്കും സന്മാർഗം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. ലോകത്തുള്ള എന്തും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി ഉത്തരവ് പ്രകാരം മാത്രമാണ്. അവൻ കുൻ, ഒരു കാര്യം ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ ഫയകൂൻ, അതുണ്ടാകും. അപ്പൊ പൂർണ്ണമായി അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വദാഇയൻ ഇലല്ലാഹി ബിഇൽമിഹി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയാണ് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിശേഷിപ്പിച്ചു വസിറാജൻ മുനീറ, പ്രശോഭിതമായി കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ വിളക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സമൂഹത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ സവിശേഷതയുടെ ബറക്കത്തിന്റെ അംശം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സിറാജുൽ ഹുദ എന്ന പേര് ഈ മഹത്തായ സ്ഥാപനത്തിന് ആദ്യം തന്നെ തെരഞ്ഞെടുത്തത് എന്ന് സന്തോഷപൂർവ്വം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമൻ, നിന്റെ സ്വന്തം ശരീരത്തിന് നീ താല്പര്യപ്പെടുന്നത് മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അപ്പോൾ നിനക്ക് മുസ്ലിമാകാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശാലമായ അർത്ഥത്തിൽ വർഗീയതയില്ല, ഭീകരതയില്ല, സങ്കുചിതത്വമില്ല, മറ്റൊന്നുമില്ല. മനുഷ്യ സമൂഹത്തിന് ശല്യം ചെയ്യാതെ, നാവുകൊണ്ട് ശല്യം ചെയ്യാതെ, അതുപോലെ കൈകൊണ്ട് ശല്യം ചെയ്യാതെ ജീവിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജനങ്ങൾക്ക് നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുക. ഈ തത്വത്തിൽ അധിഷ്ഠിതമായി നീങ്ങുന്നവനാണ് വാസ്തവത്തിൽ സന്മാർഗിയായി ജീവിക്കുന്നത്. നമുക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നാണല്ലോ പറഞ്ഞത്. സ്വയം നമുക്ക് സന്മാർഗം ലഭിക്കണം, മറ്റുള്ളവർക്കും സന്മാർഗം ലഭിക്കണം. അവിടെയാണ് മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമാകുന്നത്. ഈ താല്പര്യമാണ് നമ്മെ സംഘടനാ പ്രവർത്തനത്തിന്, സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നത്. നമുക്കും സന്മാർഗം വേണം, മറ്റുള്ളവർക്കും സന്മാർഗം സർവ്വ വിഷയത്തിലും ലഭിക്കണം. അക്രമിയായി, ഭീകരവാദിയായി, തീവ്രവാദിയായി, അനീതി ചെയ്യുന്നവനായി, വർഗീയവാദിയായി അങ്ങനെയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ ഉണ്ടാകണം. നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ മരത്തടി പിടിക്കുന്ന വലിയ ആനകളെ കാണാറുണ്ട്. ഈ ആനകൾ ഒരുപാട് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തും. ഈ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നേരത്തെ കാട്ടാനയായി ജീവിച്ചിരുന്ന ഈ ആനകളെ ഒരു ഉസ്താദിന്റെ കീഴിൽ, മറ്റൊരു താപ്പാനയുടെ കീഴിൽ, കുറെ പരിചരണം നടത്തുന്ന, ഓഫീസ് വർക്ക് നടത്തുന്ന കുറെ ആളുകളുടെ കീഴിൽ, ഒരു ഉസ്താദിന്റെ കീഴിൽ കുറേയേറെ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കഴിയുമ്പോഴാണ് കാട്ടാന നാട്ടാനയായി മാറി ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. നേരെ മറിച്ച് കാട്ടാനയായി തന്നെ നിന്നാൽ പുറത്തിറങ്ങിയാൽ ശല്യം ചെയ്യും, ഭീകരവാദിയാകും, വർഗീയവാദിയാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യനെ സംസ്കരിക്കാനുള്ള മാർഗം, സംസ്കരണം ലഭിച്ച കക്ഷികൾ അവരെ സംസ്കരിച്ചെടുക്കുക, അവർക്ക് വിജ്ഞാനം നൽകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സിറാജുൽ ഹുദ, സന്മാർഗത്തിന്റെ ദീപം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസം മനുഷ്യന് രണ്ട് ഘടകമുണ്ട്, ആത്മാവ്, ശരീരം, രണ്ട് ഘടകം. ഈ രണ്ട് രംഗത്തും, ഭൗതികമായ രംഗത്തും ആത്മീയ രംഗത്തും ആവശ്യമായ അറിവുകൾ നേടിക്കൊടുത്ത് ഒരു നല്ല സമൂഹത്തെ പിൻതലമുറയിൽ സംഭാവന ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായി സിറാജുൽ ഹുദയുടെ ലക്ഷ്യം. മറ്റൊന്ന്, അവശത അനുഭവിക്കുന്ന സാധുക്കളായ
ജനങ്ങൾ അവർ അവശത അനുഭവിക്കുന്നവരായി തന്നെ ഇരിക്കുകയും നേരെ മറിച്ച് മറ്റുള്ളവർ സുഖലോലുപരായി ജീവിക്കുകയും ചെയ്യുക എന്നത് വാസ്തവത്തിൽ ശരിയല്ല. ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ അവർക്ക് ഓരോന്നിനും അർഹതപ്പെട്ടത് ഓരോന്നിനും ലഭിക്കണം. എല്ലാവരും തുല്യമാകണം എന്ന് പറയുന്നത് ശരിയല്ല. ഉദാഹരണത്തിന് കയ്യിന്റെ വിരലിന് തോളം കൈയുടെ തടി വേണം എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യിന്റെ വിരലുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. കയ്യിന്റെ വിരലിന് വിരലിന്റെ തടി ഉണ്ടാകണം. അതിനേക്കാളും മെലിഞ്ഞു പോകാൻ പാടില്ല, അതിനേക്കാളും കൂടുതൽ തടിക്കാനും പാടില്ല. ഇതുപോലെ തോളം കൈ കയ്യിന്റെ വിരൽ പോലെ ആയാലോ എന്നാ പിന്നെ തീരെയും ശരിയാവൂല. ഈ തോളം കൈയുടെ തടി വിരലിനുണ്ടായാൽ ഒരൊറ്റ മത്സ്യവും പിന്നെ കൈകൊണ്ട് എടുത്തു തിന്നാൻ കഴിയില്ല. അപ്പോ ഓരോന്നിനും അനുസൃതമായി അള്ളാഹുവിന്റെ നിയന്ത്രണം അങ്ങനെയാണ്. ചില ആളുകൾ അള്ളാഹു വലിയ മുതലാളിയാണ്, എല്ലാവരും വലിയ മുതലാളിയായ പിന്നെ മുതലാളിക്ക് തൊഴിലാളി ഉണ്ടാവില്ല, ജോലിയൊന്നും നടക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യവും ലോകത്ത് നടക്കൂ എന്ന് സംഭവിക്കൂല. അപ്പൊ തൊഴിലാളിയായി ജീവിക്കാൻ കുറെ ആളുകൾ വേണം, മുതലാളിമാരായിട്ട് കുറെ ആളുകൾ വേണം. അങ്ങനെ വ്യവസ്ഥകൾ അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ വ്യവസ്ഥയനുസരിച്ച് അനുയോജ്യമായത് ലഭിക്കുകയും വേണം. പാവപ്പെട്ടവർ വളരെ പാവപ്പെട്ടവരായി പട്ടിണി കിടന്ന് മരിച്ചു പോവുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് തൊഴിൽ ലഭിക്കണം, തൊഴിലിന് മാനമായ ശമ്പളം ലഭിക്കണം, മാനമായ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള വകുപ്പ് ലോകത്തുണ്ടാകണം. ഇതുപോലെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിനും അതിൻ്റെതായ വലിപ്പം വേണം. ഉദാഹരണം പറഞ്ഞാൽ അഗതികളായ ആളുകൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധ ഖുർആൻ ഫുഖറാ മസാകീൻ എന്ന പേരിൽ പറയാറുള്ളത്. അനാഥകൾ, അഗതികൾ, അതുപോലെ അങ്ങനെയുള്ള ആളുകൾ അവരെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം. എങ്കിലേ ഈ സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സമുദായത്തിന് സന്തുലിതാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ സമാധാനം എല്ലാവർക്കും നഷ്ടപ്പെടും. അപ്പൊ സാധു സംരക്ഷണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി ബിസബ്ഇൻ ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂബി മിൻഹും. അഗതികളെ സ്നേഹിക്കണം, അഗതികളുമായി അടുക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയ്യത്ത് ചെയ്തു. ആ വസിയ്യത്ത് പാലിക്കുന്ന പ്രവർത്തനങ്ങളാണ് സിറാജുൽ ഹുദ നടത്തുന്ന മറ്റൊരു വിഷയം. മൂന്നാമതായി സിറാജുൽ ഹുദയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാംസ്കാരിക മുന്നേറ്റമാണ്. ഒരു സാംസ്കാരികമായി ഉയർന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരണം. കുറെ തെറി പറയുന്നവരും, കുറെ ആരോപണം ഉന്നയിക്കുന്നവരും, കുറെ പ്രത്യാരോപണം ഉന്നയിക്കുന്നവരും, കുറെ കല്ലെറിയുന്നവരും, കുറെ പ്രശ്നം സൃഷ്ടിക്കുന്നവരും, കുറെ റോഡ് തടയുന്നവരും, അങ്ങനെയുള്ള ഒരു വിഭാഗമല്ല ഇവിടെ വളരേണ്ടത്. ഇവിടെ സാംസ്കാരികമായി ഉയർന്ന വിധത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരണം. മറ്റൊന്ന്, സമാധാന അന്തരീക്ഷവും സൗഹൃദത്തിന്റെ അന്തരീക്ഷവും നിലനിർത്താൻ സാധിക്കണം. വർഗീയവാദികളും തീവ്രവാദികളും ഭീകരവാദികളുമായി ഇവിടെ ജനങ്ങൾ വളർന്നാൽ ഒരിക്കലും ഒരു വിഭാഗത്തിനും സമാധാനം ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. ഏതെങ്കിലും ഒരു ഭീകരവാദി ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ അതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകളാണ്. അതുപോലെ തന്നെ വളരെ നിരാലംബരായി നിൽക്കുന്ന ആളുകളാണ്, വളരെ പ്രായം ചെന്ന ജനങ്ങളാണ്. ഒരു റോഡ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയാൽ പ്രസവവേദന കിട്ടിയ സ്ത്രീയാണ് ചിലപ്പോൾ അവിടെ കുടുങ്ങിപ്പോകുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ശരിയായ മാർഗത്തിൽ ജീവിക്കുന്ന സമാധാനകാംക്ഷികളായ സമൂഹം ഇവിടെ വളരണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സിറാജുൽ ഹുദ ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉപകാരം, സ്വന്തത്തിൽ ഉപകാരമുള്ളവരും ഉപകാരം ചെയ്യുന്ന കുറെ ആളുകളെ വളർത്തിയെടുക്കുന്നവരുമായി ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അതിനാണ് സ്ഥാപനങ്ങളിൽ ഈ വൈജ്ഞാനികമായ വിപ്ലവത്തിന് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വഴി പിഴച്ചു പോകാൻ പാടില്ല. ഞാൻ ഈ അടുത്ത് യുഎഇയിൽ പോയപ്പോൾ എനിക്ക് ഒരാൾ ടെലിഫോൺ ചെയ്തു, വിളിച്ചിട്ട് പറഞ്ഞു, 1999 2000 കാലത്ത് നിങ്ങൾ ഞാനുള്ള പ്രദേശത്ത് വന്ന് സിറാജുൽ ഹുദയുടെ വകയിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ എനിക്കന്ന് വളരെ സാമ്പത്തികമായി പ്രയാസമുള്ള ഒരു സമയമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്റെ വിഷമങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും പ്രയാസം എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് ആളെയും ഓർമ്മയില്ല. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വളരെ പ്രയാസമുണ്ടായിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ എന്റെ മനസ്സിൽ തോന്നിപ്പോയ ഒരു സന്ദർഭമായിരുന്നു എന്ന് മാത്രമല്ല, എന്റെ പല സുഹൃത്തുക്കളും എന്നോട് കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കണം, കുറച്ചൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കണം, എന്നാലേ സമാധാനം കിട്ടുള്ളൂ എന്ന് പലരും പറഞ്ഞപ്പോഴാണ് നിങ്ങളെ സാഹസിൽ വന്നപ്പോൾ നിങ്ങൾ ദിക്ർ എഴുതി തന്നത്. എനിക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല പുരോഗതി ഉണ്ടായി, റബ്ബ് എനിക്ക് നല്ല നിഅമത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു.
എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു സിറാജുൽ ഹുദക്ക് സമ്മേളനം വരുന്നുണ്ട്, 20ാം വാർഷിക സമ്മേളനം വരുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് 10 കോടി രൂപയുടെ ഒരു പദ്ധതിയുണ്ട് സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. അതിന് 70 സെന്റ് സ്ഥലം കുറ്റിയാടി ടൗണിന്റെ ഹൃദയഭാഗത്ത് വാങ്ങിയിട്ടുണ്ട്. ഒരു സെന്റിന് 3.5 ലക്ഷം റുപ്യാവും, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടണമെന്നുണ്ട്. ഞാൻ തരാമെന്നും പറഞ്ഞു അയാൾ. അള്ളാഹു അദ്ദേഹത്തിനും എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലൊരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് മദ്യപിക്കണം, ലഹരി ഉപയോഗിക്കണം എന്ന് ഉപദേശിക്കുന്ന ഒരുപാട് പിശാചിന്റെ കൂട്ടാളികൾ ജീവിക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ അള്ളാഹുവിലേക്ക് ചിന്തിച്ചുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സമാധാനം എന്ന ഖുർആനിന്റെ തത്വത്തിലേക്ക് ജനങ്ങളെ വഴി കാട്ടിക്കൊണ്ടുവരിക എന്നതാണ് സിറാജുൽ ഹുദയുടെ വക്താക്കളുടെയും സിറാജുൽ ഹുദയുടെയും ഉദ്ദേശവും ലക്ഷ്യവും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ സന്മാർഗ വഴിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു വെളിച്ചം നൽകുന്ന വിളക്ക് എന്നാണ് സിറാജുൽ ഹുദ എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹുദയുടെ പ്രവർത്തനങ്ങളുമായി നടന്ന സംഭവങ്ങൾ, സംരംഭങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് സിറാജുൽ ഹുദ ചരിത്രം വർത്തമാനം എന്ന വിഷയം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആദ്യമായി ഞാൻ പറയട്ടെ, സിറാജുൽ ഹുദ നേരിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എത്രയോ ഇരട്ടി സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഡയറക്റ്റ് അല്ലാതെ സിറാജുൽ ഹുദയുടെ ശ്രമഫലമായി അല്ലെങ്കിൽ സിറാജുൽ ഹുദ നിമിത്തമായി കേരളത്തിൽ വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറ്റ്യാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഞാൻ ചെറിയ ഉദാഹരണത്തിന് വേണ്ടി 1-2 സൂചിപ്പിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കൊയിലാണ്ടി ടൗണിൽ പോയാൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ പിൻവശത്ത് ഏകദേശം 1000-ഓളം ആളുകൾ നിസ്കരിക്കുന്ന ഒരു പള്ളി കാണാം. ആ പള്ളി സിറാജുൽ ഹുദയുടെ കമ്മിറ്റിയുടെ കീഴിൽ അല്ല, പക്ഷേ അത് സിറാജുൽ ഹുദ നിമിത്തമായി ലഭിച്ചതാണ് ആ പള്ളി. അൽഹംദുലില്ലാഹ്, എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറ്റ്യാടിയിലല്ല. ഇനി പേരാമ്പ്ര ചെന്നാൽ പേരാമ്പ്ര CM സെന്ററിന്റെ പള്ളി, ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള പള്ളി, ആ പള്ളി സിറാജുൽ ഹുദ നിമിത്തമായി ലഭിച്ചതാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിക്കുന്നത് കാണാം. അങ്ങനെ വയനാട്ടിൽ ചെന്നാൽ ബത്തേരിയിൽ നമ്മുടെ പരിശ്രമ ഫലമായി അവിടെ നല്ല 1-ാം നമ്പർ പള്ളി നമുക്ക് കാണാം. കണ്ണൂർ ജില്ലയിൽ പോയാൽ ഉളിയിൽ ചെന്നാൽ നമുക്ക് കാണാം. ഈ മുക്കം ഭാഗത്ത് പോയാൽ കക്കാട് ചെന്നാൽ കക്കാട് ടൗണിൽ നമ്മളുടെ ശ്രമഫലമായി ഉണ്ടായ പള്ളി കാണാം. വടകര മണിയൂരിൽ ചെന്നാൽ മിസ്കാത്ത് എന്ന സ്ഥാപനത്തിനോടനുബന്ധിച്ച് നടന്ന ബിൽഡിങ്ങുകൾ, അതിന്റെ പള്ളിയും അതുപോലെ മറ്റൊരു ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിച്ചതും അത് നമുക്ക് കാണാം. അതുപോലെ മണിയൂരിൽ ചെന്നാൽ IPCയുടെ കീഴിൽ വലിയ ഒരു കെട്ടിടം നമുക്ക് കാണാം. ഇതൊന്നും സിറാജുൽ ഹുദയുടെ കീഴിലുള്ളതല്ല. അങ്ങനെ 50ഓളം പള്ളികളും 25ഓളം മദ്രസകളും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ ഡയറക്റ്റ് എന്ന് പറയപ്പെടുന്നില്ലെങ്കിലും സിറാജുൽ ഹുദ നിമിത്തമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയും 10,000-കണക്കിന് ആളുകൾ അവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും 2000-ത്തിലധികം കുട്ടികൾ അവിടങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ ഏതാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി സിറാജുൽ ഹുദയുടെ ബിൽഡിങ്ങിൽ തന്നെ വന്ന് അവിടെ വെച്ച ബോർഡ് നോക്കിയാൽ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സിറാജുൽ ഹുദ ഡയറക്റ്റായി നടത്തുന്നതിനേക്കാൾ കൂടുതൽ സിറാജുൽ ഹുദ നിമിത്തമായി ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 8000-ഓളം വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 650 സ്റ്റാഫുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെ സിറാജുൽ ഹുദ പലരും കാണാൻ വരും. അവർ വന്നാൽ ഇവിടെ ആകെ 3 കെട്ടിടമാണ് അവർ കാണാൻ. അതേ സമയത്ത് സിറാജുൽ ഹുദ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ 35ഓളം പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലായി 25 സ്ഥാപനങ്ങൾ സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്നുണ്ട്. 8 നഴ്സറി സ്കൂൾ, നഴ്സറി തലം മുതലേ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2000-ഓളം വിദ്യാർത്ഥികൾ 8 നഴ്സറി സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. CBSE സിലബസ് പ്രകാരം 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, നഴ്സറി കൂടാതെ 4000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ മാത്രം പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് CBSE സിലബസ് പ്രകാരവും നമുക്ക് അഫിലിയേഷൻ ലഭിച്ചിട്ടുണ്ട്, കേരള സിലബസ് പ്രകാരവും ലഭിച്ചിട്ടുണ്ട്. 200-ഓളം കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 2 ദഅവ കോളേജുകൾ
2 ദേവാ കോളേജിലായി 200ഓളം വിദ്യാർത്ഥികൾ. കുറ്റ്യാടിയിലും നാദാപതി അടുത്ത് ആരംഭിച്ചതും 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അറബിക് കോളേജ് നാം ആദ്യം സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ്. 150ഓളം വിദ്യാർത്ഥികൾ അറബിക് കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷും ഉറുദുവും കമ്പ്യൂട്ടറും മറ്റു പഠനങ്ങളെല്ലാം കൂടെ നൽകുന്നുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് സ്കൂൾ പഠനത്തോടുകൂടി തന്നെ കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സംവിധാനം 125ഓളം വിദ്യാർത്ഥികൾ ഹിഫ്ദുൽ ഖുർആനിൽ പഠിക്കുന്നുണ്ട്. ഹരിയാനയിലും യുപിയിലും മറ്റുമുള്ള വളരെ പാവപ്പെട്ട ഹനഫി മദ്ഹബുകാരായ ചെറിയ മക്കൾ, അവർക്ക് ഹനഫി മദ്ഹബുകാരായ വടക്കേ ഇന്ത്യയിൽ തന്നെയുള്ള പ്രഗത്ഭരായ ഉസ്താദുമാരെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഉറുദു കോളേജ് വളരെ ഭംഗിയായി 50ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അഗതി അനാഥ മന്ദിരത്തിന്റെ പേരിൽ പാറക്കടവിൽ 50ഓളം വിദ്യാർത്ഥികൾ അവിടെയും പഠനം നടത്തുന്നുണ്ട്. ഈ അടുത്ത് തുടങ്ങിയ വനിതാ കോളേജിൽ 100ഓളം വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും പണി കഴിഞ്ഞതുമായി 35 കെട്ടിടങ്ങൾ. ഈ ടൗണിൽ വന്നാൽ ടൗണിലെ 4 കെട്ടിടങ്ങളാണ് സാധാരണ പലരും കാണുക. എന്നാൽ സിറാജ് നഗർ, തൊട്ടിൽപ്പാലം റോഡിൽ സിറാജ് നഗർ ഏകദേശം 15 ഏക്കറോളം സ്ഥലം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കൈവശത്തിൽ അവിടെ ഉണ്ട്. ആ 15 ഏക്കർ സ്ഥലങ്ങളിൽ ഇന്ന് 9 കെട്ടിടങ്ങൾ, പണി നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നു കഴിഞ്ഞതുമായി 9 കെട്ടിടങ്ങൾ അവിടെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നു കഴിഞ്ഞതുമായി നമുക്ക് അവിടെ കാണാൻ കഴിയും. നാദാപുരത്ത് 3 സ്ഥലങ്ങളിലായി 9 കെട്ടിടങ്ങളുണ്ട്. പാറക്കടവിൽ 3 കെട്ടിടങ്ങളുണ്ട്. പേരാമ്പ്രയിൽ 4 എണ്ണം 2 സ്ഥലങ്ങളിലായി ഉണ്ട്. മേട്ടയൂരിൽ 3 എണ്ണം ഉണ്ട്. വടകര, പെരിങ്ങത്തൂർ, തൂവക്കുന്ന് പ്രദേശങ്ങളിൽ ഓരോ കെട്ടിടം വീതമുണ്ട്. ഇതൊക്കെയും 20 വർഷത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജുൽ ഹുദക്ക് തന്ന വലിയ ബറക്കത്താണ്. അല്ലാഹു ഇനിയും നമുക്ക് ഖൈറും ബർക്കത്തും അവന്റെ മഹ്വായ ഫദ്ൽ കൊണ്ട് ഏറ്റിത്തരുമാറാകട്ടെ. ഈ സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. അതിപ്പോൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് അനുഭവിച്ച് മനസ്സിലായവർക്ക് കുറെയൊക്കെ അനുഭവിച്ച് മനസ്സിലാവും. അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരാള് അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ആയിട്ട് ഒരു 19 കുട്ടികൾ ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് ഈ കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഞാൻ ഒരു ദിവസം ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ ആ കല്യാണത്തിൽ എനിക്ക് സന്താനങ്ങളുണ്ടായി. ആ സന്താനങ്ങൾക്ക് വേറെ സന്താനങ്ങളുണ്ടായി. അങ്ങനെ ഇപ്പോൾ 25 കുട്ടികൾ 50 കുട്ടികളുണ്ട് എന്ന് പറയാൻ കഴിയും. അതിനപ്പുറം സുബ്ഹാനല്ലാ കല്യാണത്തിന് അന്നുണ്ടായ പ്രയാസം, കല്യാണത്തിന് ക്ഷണിക്കാൻ പോയപ്പോൾ ബസ് കിട്ടാത്ത വിഷമം, അതുപോലെ തന്നെ ക്ഷണിച്ചപ്പോൾ ചിലർ വരാത്തോണ്ടുണ്ടായ ബുദ്ധിമുട്ട്, നിക്കാഹിന് മുസ്ലിയാരെ കൂട്ടാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം, അതുപോലെ തുടങ്ങിയിട്ട് സുബ്ഹാനല്ലാ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കല്യാണത്തിന് പൊന്നു സംഘടിപ്പിക്കാനുണ്ടായ പ്രയാസം, ഒരു പുതിയാപ്പിള്ളെ തെരഞ്ഞിട്ട് പോയപ്പോഴുണ്ടായ ബുദ്ധിമുട്ട്, അതൊക്കെ കൂടി ഇയാൾ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാ വേറൊരു 50 കുട്ടികളും കൂടെ അതിൽ ഇടയ്ക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പറഞ്ഞ് വിശദീകരിച്ച് ഒരു വലിയ സ്ഥാപനത്തിന്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ അത് നമുക്ക് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. ഞാൻ വളരെ ചുരുക്കി മാത്രം സൂചിപ്പിക്കാം. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ എന്റെ ആത്മീയ ഗുരുവായിരുന്ന പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ ഖബറിനെ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവിടെ ഓതിപ്പടിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായി എന്നെ SSFന്റെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദാണ്. ആദ്യമായി എന്നെ വഅദ് പറയുന്ന സ്റ്റേജിലേക്ക് അയച്ചതും ഉസ്താദാണ്. ആ കാലഘട്ടം മുതൽ സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് കുറേയേറെ ത്യാഗങ്ങൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ വഅദ് പറയാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടന്നു പോയിട്ടുണ്ട്. സിറാജുൽ ഹുദയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നടന്നു പോയിട്ടുണ്ട്. രാവിലെയും രാത്രിയും നടന്നു പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വഅദിന് ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ വഅദിന് എങ്ങനെയെങ്കിലും എത്തണമെന്ന് മനസ്സിലാക്കി വളരെ ബുദ്ധിമുട്ടി ചെന്ന് നോക്കുമ്പോൾ വേറൊരാൾ അവിടെ നിങ്ങൾ പ്രസംഗിക്കുന്നത് കണ്ടു. എന്നെ ക്ഷണിച്ച മുസ്ലിയാരെ ഞാൻ വിളിച്ചു. പേരൊന്നും ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ഞാൻ വിളിച്ചു, ഇവിടെ ഇന്ന് എന്നെ വഅദിന് ക്ഷണിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ വേണ്ടാന്നുള്ളത് കമ്മിറ്റിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് ഞാൻ പോട്ടെ, ഞാൻ ഞങ്ങൾ പൊയ്ക്കോളി തന്നെ. ഞാൻ അങ്ങനെ തന്നെ ആ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുകയും ചെയ്തു. ഇത് എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്. ഇത് എന്റെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് നിങ്ങൾ ത്യാഗം ചെയ്യാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. വളരെ വിഷമിച്ചുകൊണ്ട് ഞാനൊരു ദിവസം നന്ദിയിൽ ഒരു പരിപാടിക്ക് പോയി.
സംഘടനയുടെ SSFന്റെ ഒരു പ്രവർത്തകൻ വളരെ ഗൗരവത്തോടെ ക്ഷണിച്ച പരിപാടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കത്തൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നില്ലേ വളരെ വിഷമായി പോകും, കാരണം മുമ്പ് ഒരാൾ വരാത്ത പ്രശ്നമൊക്കെ അതിൽ എഴുതിയിരുന്നു. ഞാൻ എങ്ങനെയെല്ലാമോ നടന്നും ഓടിയും ഓട്ടോറിക്ഷയിൽ കയറിയും ബസ് കയറിയും എങ്ങനെയെല്ലാമോ നന്ദി പോയി ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഒരു പരിപാടിയും കാണുന്നില്ല. അങ്ങനെ ഞാൻ നന്ദി അറബി കോളേജിൽ ചെന്ന് അവിടുന്ന് അന്വേഷിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇയാളെ നിങ്ങൾ പരിചയമുണ്ടോ വെച്ചാൽ ഒരാൾ പറഞ്ഞ് പരിചയമുണ്ട്. അയാൾ എവിടെയുള്ള അയാൾ ഒരു മൗലൂദ് തോന്നുന്ന പെർക്കുണ്ട് റബീഉൽ-അവ്വലാണ്. ആ പെർക്ക് ഞാൻ ആളെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ അയാളെ പോയി കണ്ടപ്പോൾ അയാൾ വന്നു എൻ്റെ അടുത്ത് എന്നോട് ഉസ്താദേ പരിപാടി വേണ്ടെന്ന് ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചിരുന്നു, നിങ്ങളോട് ആ വിവരം പറയാൻ വേണ്ടി ഒരാൾ പറഞ്ഞയച്ചിരുന്നു, അയാൾ വടകരെത്തിയപ്പോൾ ജീപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് മടങ്ങി ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ കുടുങ്ങി. എനിക്ക് പിറ്റേന്ന് തമിഴ്നാട്ടിലായിരുന്നു പരിപാടി. അവിടത്തേക്ക് പോകാൻ പിന്നെ ഞാൻ കുറെ പ്രയാസപ്പെട്ടു. പക്ഷേ ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു കാറ് വന്നിട്ട് എൻ്റെ മുന്നിൽ ചവിട്ടുന്നു. ഞാൻ നോക്കുമ്പോൾ AP ഉസ്താദിന്റെ കാറാണ്. പോരുന്നോന്ന് ചോദിച്ചു. റെഡിന്ന് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഉസ്താദിന്റെ കാറിൽ കയറി വർഷം പോകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ത്യാഗത്തിന് സന്നദ്ധരാകണം. അത് ത്യാഗത്തിന് സന്നദ്ധരായാൽ നമുക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എപ്പോഴും സുഖിക്കാൻ വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, ത്യാഗം ചെയ്യാൻ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ കുറ്റ്യാടി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പുല്ലൂക്കര ജുമഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലം, അന്ന് ഇവിടെയുള്ള ഈ പാലം കെട്ടിയിട്ടില്ല, അക്കരയ്ക്ക് തോണി കടന്നു പോകുന്ന കാലമാണ്. മഴക്കാലത്ത്, അല്ലാത്ത സമയത്ത് അല്ലാതെ പോകുന്ന കാലമാണ്. അവിടെ അക്കരെ ഒരു പ്രദേശത്ത് അഥവാ അടുക്കത്ത് ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തിൽ 35ഓളം ചോദ്യങ്ങൾ വന്നിരുന്നു. ഞാനന്ന് ചെറിയ വിദ്യാർത്ഥിയാണ്. ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം മറുപടി പറഞ്ഞു. അവസാനം ഞാൻ ഈ ചുറ്റുഭാഗത്ത് 11ഓളം മഹല്ലുകളിൽ ഒരൊറ്റ പള്ളിയും ഒരൊറ്റ മദ്രസയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം നടന്നു വരുന്നത് ഇല്ലാത്തതുകൊണ്ട് ആ പ്രദേശത്തുകാരോട് ഞാൻ ഈ പ്രദേശത്ത് നിങ്ങൾ ഒരു പള്ളിയും മദ്രസയും സ്ഥാപിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ഊന്നി പറഞ്ഞപ്പോൾ ഒരാൾ അവിടെ സ്ഥലം കൊടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് അടുക്കത്ത് കുളിക്കുന്നവാറ പള്ളി എന്ന പള്ളി ആദ്യമായി ഈ ഭാഗത്ത് ആ പ്രസംഗം മുഖേന ഉണ്ടായതായിരുന്നു. അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് മർഹൂം കീവന ഉസ്താദ് അവറുകളും കുന്നുമ്മൽ അഹമ്മദ് മുസ്ലിയാർ അവറുകളും പങ്കെടുത്തിരുന്നു. അന്ന് പ്രഭാഷണം നടത്തുന്ന ഒന്ന് ഞാനായിരുന്നു. കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി അന്ന് അതിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ ഒരു ചിത്രം ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് ലഭിക്കും. അന്ന് ഞാൻ വളരെ ചെറിയൊരു ദിനേശ് കൂലി പോലത്തെ ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ആ പ്രസംഗത്തോടു കൂടിയാണ് കുറ്റ്യാടിയിലെ എന്റെ പ്രവർത്തന രംഗത്തുള്ള തുടക്കം. പക്ഷേ ആ കാലം കഴിഞ്ഞ് പിന്നെയും കുറെ മുന്നോട്ട് പോയി. മർക്കസ് സഖാഫത്തി സുന്നിയിൽ പോയി പഠനം കഴിഞ്ഞു. അതിനിടയിൽ SSFന്റെ പ്രവർത്തന രംഗത്ത് SSFന് സ്റ്റേറ്റ് ഓഫീസ് ഇല്ലായിരുന്നു. SSFന്റെ കീഴിൽ 1-2 സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അരീക്കോട് മജ്മഇന്റെയും ഇരിങ്ങല്ലൂർ മജ്മഇന്റെയും കോഴിക്കോട് സ്റ്റുഡന്റ് സെന്ററിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥലമെടുപ്പുമായി ഞാൻ പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥി കാലത്ത് ചുറ്റിക്കറങ്ങി പിരിവെടുത്തിട്ടുണ്ട്. ആ പിരിവെടുത്തുകൊണ്ടാണ് അതിന്റെ പരിപാടികൾ കുറേയേറെ ചെയ്തു വെച്ചിരുന്നത്. പിന്നീട് മർക്കസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഭാഗത്തുള്ള പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും ആ സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ അവരും എന്റെ കൂടെ കൂട്ടായി പ്രവർത്തിച്ചവരാണ്, അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11ഓളം മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദവും ഇല്ലാത്ത വിധത്തിൽ അടിച്ചമർത്തപ്പെട്ടത് കണ്ടപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ എന്തെങ്കിലും പ്രവർത്തനം നടത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അന്ന് ബിരുദമെടുത്തിറങ്ങുന്ന സമയത്ത് അന്നത്തെ കാലത്ത് 2500 രൂപ ശമ്പളം പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ ഒരു ജോലിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് 2500 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 25,000 ഒന്നുമല്ല, അതിന്റെ ഒക്കെ മേലെയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പ്രവർത്തനരംഗത്ത് ആരംഭിച്ചപ്പോൾ ഇവിടെ മസ്കത്തിൽ നിന്ന് സലാലയിൽ നിന്ന് അവിടുത്തെ ദീവാനിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വലിയ ശമ്പളം പറഞ്ഞ് അവിടെ എന്നെ ജോലിക്ക് ക്ഷണിച്ചിരുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഇവിടെ ധാരാളം ആളുകൾ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലാണ് ആളുകൾ വേണ്ടത്, അതുകൊണ്ട് ഞാനിപ്പോൾ ശമ്പളത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. 5 ലക്ഷം ഉറുപ്പിക അന്നത്തെ 5 ലക്ഷം 50 ലക്ഷമല്ല, 5 ലക്ഷം ഉറുപ്പിക ഞാൻ തരാം, നിങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം നടത്തിത്തരുമോ എന്ന് എന്നോട് തൃശൂർ ജില്ലയിലെ ഒരു മുതലാളി ചോദിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ തരാം, കോടിക്കണക്കിന് ഉറുപ്പിക തരാം, സ്ഥാപനം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വേറെ ഒരാൾ എന്നെ ക്ഷണിച്ചിരുന്നു. സ്വകാര്യം ചോദിച്ചാൽ വേണമെങ്കിൽ പേരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും പോകാതെ ഒരു കക്ഷിയെയും പ്രവർത്തന രംഗത്ത് കാണാത്ത കുറ്റ്യാടിയിൽ വന്നാൽ ഒരു സ്ഥലത്ത് കയറിയിരിക്കാൻ പോലും
സ്ഥലം കിട്ടാൻ പ്രയാസമാണെന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ കുറ്റ്യാടി മണ്ണിൽ വന്ന് 19 സെന്റ് സ്ഥലം നേരത്തെ ബഹുമാനപ്പെട്ട തെക്കേക്കര കുഞ്ഞബ്ദുള്ള ഹാജി സലാലയിലെ പ്രവർത്തകന്മാരുടെ ചെറിയ സഹകരണത്തോടെ 500 രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നത് അത് വാങ്ങാൻ വേണ്ടി യോഗം ചേർന്ന് തീരുമാനിക്കാനുള്ള യോഗം വിളിച്ചുകൂട്ടി ക്ലാസ് എടുത്ത് അവിടെ നിന്ന് കമ്മിറ്റി രൂപീകരിച്ച് ആദ്യമായി അത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് സിറാജുൽ ഹുദയുടെ ഫസ്റ്റ് തുടക്കം ഉണ്ടായത്. ആ തുടക്കം ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുക എന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇവിടെ സ്ഥാപനം ഉണ്ടാകണം എന്ന് മാത്രമേ അന്ന് ആലോചിച്ചിട്ടുള്ളൂ. പിന്നീട് ആ സ്ഥാപനത്തിന്റെ ഒരു തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചു. ആ തറക്കല്ലിടൽ പരിപാടിക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, EK ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, QN ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ തറക്കല്ലിടൽ പരിപാടിക്ക് നോട്ടീസിൽ ഒരു വലിയ പണ്ഡിതന്റെ പേര് വെച്ച് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. നോട്ടീസ് ഇറങ്ങിയതിന് ശേഷം കിട്ടുന്ന വിവരം ആ മഹാൻ വരില്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നമ്മുടെ PCS തങ്ങൾ, തുടക്കത്തിലേ ഉള്ള ആദ്യകാല പ്രസിഡന്റ് PCS തങ്ങൾ ആ പണ്ഡിതന്റെ വീട്ടിൽ പോയി കരഞ്ഞുപോയി. കുറ്റ്യാടിയുടെ സാഹചര്യം പറഞ്ഞ് കരഞ്ഞുപോയി. അസർ നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്ന ഒരു പള്ളിയിൽ വെച്ച് ചീത്ത പറഞ്ഞ അനുഭവം പറഞ്ഞ് PCS തങ്ങൾ, പ്രായമുള്ള PCS തങ്ങൾ കരഞ്ഞുപോയി. ആ തറക്കല്ലിടൽ പരിപാടി നടത്താൻ ഭാഗ്യമുണ്ടായത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവർക്കാണ്. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വന്നു. ഞങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും വലിയ പ്രചോദനം നൽകി. അങ്ങനെയാണ് തറക്കല്ലിടൽ കർമ്മം 19 സെന്റ് സ്ഥലത്ത് ഇവിടെ നിർവഹിച്ചത്. പക്ഷേ പിറ്റേ ദിവസം പത്രം വന്നപ്പോൾ പത്രത്തിൽ റിപ്പോർട്ടുണ്ടായത് തറക്കല്ലിടൽ കർമ്മത്തിൽ ആര് പങ്കെടുത്തു എന്നല്ല, ഇന്ന ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളിക്കളയുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു അന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധിയായ റിപ്പോർട്ടർ പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ത്യാഗങ്ങളാണ്. ആ ത്യാഗങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ആദ്യമായി തന്നെ ഒരു മദ്രസ ഓലശെഡ് കെട്ടി തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് കുറ്റ്യാടിയുടെ പരിസരങ്ങളിലുള്ള സുന്നി പ്രവർത്തകന്മാർ, ഇവിടെയുള്ള പാവപ്പെട്ട സുന്നികളും കഠിനാധ്വാനം ചെയ്തു. ബെഞ്ചും ഡെസ്കുമൊക്കെ തളീക്കര ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടുവരുമ്പോൾ കുറ്റ്യാടി ടൗണിൽ നിന്ന് ഇതൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നത്, ആരെ പഠിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഓലശെഡിൽ മദ്രസ തുടങ്ങാൻ തീരുമാനിച്ചു. ഉദ്ഘാടനത്തിന് ഒരു വലിയ പണ്ഡിതനെ ക്ഷണിച്ചു. വരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വരൂലാന്ന് ചെല്ലിയച്ചു. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പലരും ആലോചിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുന്ന ഒരാളെ ഞാൻ വിളിക്കാവുന്നുണ്ട്. അങ്ങനെ മർക്കസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന മർഹൂം അവേലത്ത് തങ്ങൾ അവർ അള്ളാഹു കൊടുത്ത ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഈ പറയപ്പെട്ട എല്ലാ ആലിമീങ്ങളുടെയും ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. പക്ഷെ അവരെ പോയി മറ്റ് പലരും ഭീഷണിപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് അവർ പങ്കെടുക്കാതിരുന്നത് എന്ന് എനിക്കറിയാം. ഒരു പണ്ഡിതൻ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ പോലെ ഏറുകൊള്ളാനൊന്നും കഴിയില്ല, അതുകൊണ്ടാണ് വരാത്ത, സംഗതിയൊക്കെ വേണ്ട തന്നെയാണ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഓലശെഡിൽ മദ്രസ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ആ മദ്രസ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ TT അബൂബക്കർ ഫൈസിയും മറ്റും ഇവിടെ മദ്രസയിൽ സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായി. എന്തായെന്ന് പറയാ, അതിന്റെ നേരെ ഒരു 10 കൊടുക്കുമ്പോ ഇനി അടുത്ത് മറ്റീയുദ്ധീനത്തിൽ അടക്കത്തോടുകൂടെ നടക്കുക. അത് മറ്റീയുദ്ധീനത്തിൽ അടക്കത്തോടുകൂടെ നടക്കുക. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ആരോ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആർക്കും ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ശമ്പളം കൊടുക്കാനുള്ള വകുപ്പുമില്ല. അപ്പൊ തന്നെ അത് പൂട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോ കാസർഗോഡ് ജില്ലയിൽ എനിക്കൊരു വേലുണ്ടായിരുന്നു, മൊഗ്രാൽ അടുത്ത്. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഞാനൊരു ഷെഡ് കെട്ടി മദ്രസ തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ മദ്രസ ഇല്ലാത്തൊരു പ്രദേശത്ത് നിങ്ങളൊക്കെ സംഭാവന തരണമെന്ന്. ആ സദസ്സിൽ നിന്ന് കുറെ ആളുകൾ സംഭാവന.
അങ്ങനെ അന്ന് മുതൽ ഓരോ വയലിന്റെയും സദസ്സിൽ ഒരു 2ാം പിരിവ് സിറാജുൽ ഹുദയ്ക്ക് എടുത്ത് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സിറാജുൽ ഹുദയുടെ ആദ്യകാലത്തുള്ള തുടങ്ങി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനിടയിൽ ഒരു ഷെഡ് കൂടി കെട്ടേണ്ടി വന്നു. കാരണം പലരും വന്നിട്ട് നമുക്ക് മക്കയിലും മദീനയിലും നടത്തുന്നത് പോലെ 2 ബാങ്ക് കൊടുത്തുകൊണ്ട് അറബിയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടുള്ള ജുമഅ നിസ്കാരം വേണം. മക്കയിലും മദീനയിലും നടക്കും പോലെ 20 റക്അത്ത് തറാവീഹ് വേണം. അത് കുറ്റ്യാടി പരിസരങ്ങളിൽ 10-11 മഹല്ലുകളിൽ ഇല്ല. അതിന് ഞങ്ങളോട് സഹകരിക്കണം, നിങ്ങൾ ചെയ്തു തരണം എന്നിവിടെയുള്ള പാവപ്പെട്ട സുന്നികൾ വന്ന് ആവശ്യപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ ഒരു ഷെഡ് കൂടി കെട്ടി. ആ ഓല ഷെഡിൽ ജുമഅ ആരംഭിക്കുമ്പോൾ കാന്തപുരം ഉസ്താദിനോട് ഞാൻ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരു ജുമഅ സ്ഥാപിക്കാൻ വന്നിട്ട് അത് നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിന്റെയോ സംഘടനയുടെയോ ജുമയാണെന്ന് പറഞ്ഞ് ആളുകൾ വരാതിരിക്കട്ടെ, നമുക്ക് സുന്നത്ത് ജമാഅത്താണ് ലക്ഷ്യം, ഗ്രൂപ്പല്ല. അതുകൊണ്ട് നീ ആ ഭാഗത്തുള്ള പ്രായം ചെന്ന ആലിമീങ്ങളെ വിളിച്ച് ജുമഅ സ്ഥാപിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ 3 മഹാപണ്ഡിതന്മാരെ സമീപിച്ചു. അതിൽ ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, അബ്ദുറഹ്മാനെ ചെയ്യുന്ന കാര്യമൊക്കെ വേണ്ടത് തന്നെയാണ്, പക്ഷേ ഏറുകൊള്ളാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നീ തന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട 3 ആളുകൾക്കും വരാൻ അവസരം ഉണ്ടായില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എന്നാൽ പിന്നെ ഞാൻ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. കോഴി നറക്കാൻ വലിയ കഴിവൊന്നും വേണ്ടല്ലോ, ഇവിടെ ജുമ കൊടുക്കുന്നതിന് ഇങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല, കാരണം സഹിയായ ഒരൊറ്റ ജുമ ഇവിടെ ഇല്ല. അപ്പോ എന്ത് ചെയ്തു, ഞാൻ തന്നെ ജുമ തുടങ്ങാമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ജുമഅ തുടങ്ങാൻ വേണ്ടി ഒരു പന്തൽ കെട്ടി, താൽക്കാലികമായൊരു ഷെഡ് കെട്ടി, ഇഷ്ടിക കൊണ്ട് ഒരു മെഹ്റാബ് ഉണ്ടാക്കി, അതുപോലെ ഇഷ്ടിക കൊണ്ടൊരു മിമ്പറും ഉണ്ടാക്കി. ജുമഅ തുടങ്ങുന്നത് വിളംബരം ചെയ്യും. ജുമയെ സംബന്ധിച്ചൊരു നല്ല പ്രസംഗം ടൗണിൽ നടത്തി. അന്ന് ഞാൻ പറഞ്ഞു, മക്കയിലും മദീനയിലും നടക്കുന്നത് പോലത്തെ ഒരു ജുമഅ കുറ്റ്യാടിയിൽ നടക്കുകയാണെങ്കിൽ പുതിയ ജുമഅ തുടങ്ങുന്നില്ല, അതില്ലെങ്കിൽ തുടങ്ങാതിരിക്കാൻ നിർവാഹമില്ല. മക്കയിലേക്ക് തിരിഞ്ഞ് കഅബയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് നാളെ ജുമഅ തുടങ്ങൽ, നിങ്ങൾ ഇങ്ങോട്ട് സഹകരിച്ചാൽ ജുമഅ തുടങ്ങൂല, അല്ലെങ്കിൽ ജുമഅ തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ജുമഅ തുടങ്ങി. ആ തുടക്കത്തിന് എന്തോ അറിയില്ല, ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് ബാവമുസ്ലിയാർ ആ സമയത്ത് അവിചാരിതമായി എത്തിപ്പെട്ടു. അദ്ദേഹം ഇമാമത്ത് നിന്നു, ഞാൻ ഖുതുബ ഓതി, അങ്ങനെ ജുമഅ ആരംഭിച്ചു. ഇന്ന് ഈ അടുത്ത് ഞാൻ പഴയകാല ഷെഡ് ജുമഅയുടെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ തന്നെ അത് കണ്ടപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അന്ന് എന്ത് ധൈര്യമായിരുന്നു എന്ന് എനിക്കറിയില്ല. സൃഷ്ടി കൊണ്ടുണ്ടാക്കിയൊരു മെഹ്റാബും ഒരു പന്തലും അവിടെ വെച്ച് ജുമ. ആ ജുമ അതേ ഷെഡിൽ തന്നെ, ഒരേ ഷെഡിൽ തന്നെ നടന്നു. എത്ര കാലം? 90 കാലത്ത് തുടങ്ങിയ ജുമ 994 വരെ, 94 ഫെബ്രുവരി 6-ാം തീയതിയാണ് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുവരെ ഓലഷെഡിൽ തന്നെ കൊല്ലങ്ങളോളം ജുമഅ നടത്തി. ഓലഷെഡിൽ തന്നെ 7 കൊല്ലത്തോളം മദ്രസ നടത്തി. ഓലഷെഡിൽ തന്നെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം അറബിക് കോളേജ് ആരംഭിച്ചു. അറബിക് കോളേജ് ഓലഷെഡിൽ തന്നെ ആരംഭിച്ചു. ആ ആരംഭിച്ച ഷെഡിൽ ഇന്നും അതിന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് കാണാം. ഷെഡിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുദരിസന്മാർ ഇരുന്നിട്ട് കിതാബ് ദർസ് നടത്തുന്നു. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്നു, കുട്ടികൾ ഉസ്താദൊക്കെ എഴുന്നേൽക്കുന്നു, ഒട്ടാകെ വെള്ളം കയറുന്നു. അതൊക്കെ ഇന്നും പഴയ പഴയ വീഡിയോ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അറിയുമോ? സ്ഥാനമാനങ്ങളുള്ള ഒരാൾ വരും. അത്തമീനോ തടാക യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ إذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. سورة النساء مدنية 105 أو 96 أو 70 و70 آية. إن
الله كان عليكم رقيبا. الله تعالى അങ്ങനെ ഓലഷെഡിൽ തന്നെ ഉസ്താദുമാരും കുട്ടികളും ചളി പുരണ്ട സ്ഥലത്ത് കിടന്നുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ സ്ഥാപനത്തിന്റെ ആരംഭകാലത്ത് പ്രവർത്തിച്ചത്. നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി കുറ്റിയാടി, അതുപോലെ നൗഷാദ് സഖാഫി മുണ്ടക്കുറ്റിയൊക്കെ അന്നത്തെ വിദ്യാർത്ഥികളാണ്. അന്ന് അവര് ഇവിടെ നടന്ന ഒരു നബിദിന പരിപാടിയിൽ നമ്മുടെ റഫീഖ് അതുപോലെ അബ്ദുൾ റഷീദ് സഖാഫിയൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ ചിരിച്ചുപോയി. ഖിറാഅത്തിന് വേണ്ടി റഷീദ് മൗലവിയെ ശ്രമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾക്കെല്ലാം എന്നെ കണ്ടപ്പോഴും ഞാൻ തിരിച്ചുപോയി. കാരണം ഇന്നത്തെ ഈ രൂപത്തിലല്ല ഞാനും ഉള്ളത്, അവരും ഉള്ളത്. അത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ചിന്തിക്കുന്നത് وإلى حضرات كل ولي وولية من مشارق الأرض إلى مغاربها خصوصا إلى حضرات جميع ഞാൻ തിരിച്ചു പറയുന്നു. അങ്ങനെ ഓലഷെഡിൽ തന്നെ പരിപാടികൾ നടത്തുന്നു. ഇത് കുറ്റ്യാടി പ്രദേശമാണ്. കുറ്റ്യാടി പ്രദേശം എന്തുകൊണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വലിയ ഭീഷണി ഉണ്ടായ ഒരു പ്രദേശമാണ്. കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ ഇവിടുത്തെ മുൻകാല ഖതീബും ഖാദിയുമായിരുന്ന മൊയ്ദ് മൗലവി ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ നേതാവാണ്. അദ്ദേഹം എഴുതി വെച്ച ലേഖനമുണ്ട്. ഇവിടുത്തെ പള്ളിയും മഖബറയും ഇവിടുത്തെ പൂർവ്വകാല സുന്നി പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളൊക്കെ അവർ ക്രൂരമായി പിടിച്ചെടുത്ത സംഭവം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മൊയ്ദ് മൗലവി സാഹിബ് കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിനെതിരായി അവർ നടത്തിയ നീക്കങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കാലം അതിവേഗം മുമ്പോട്ട് കുതിച്ചു. ഇന്ത്യ സ്വതന്ത്രമായി 1947 VP മുഹമ്മദ് ഹാജിയും കുറ്റ്യാടിയെത്തി. ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശത്തിൽ പ്രതിപത്തി കാണിച്ച കുറെ ആൾക്കാരെ പേര് എഴുതിയിട്ട് അദ്ദേഹം പറയാണ്, അബ്ദുള്ള കുട്ടി മൗലവിയും ഏതാണ്ട് 40ഓളം യുവാക്കളും അദ്ദേഹത്തെ അനുകൂലിച്ചു. 40ഓളം ആളുകൾ അതുവരെ മുജാഹിദീങ്ങളായിരുന്നു. അത് വിട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് അവർ മാറി. ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകനാണ് മുഹമ്മദ് ഹാജി. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, 1950 ജമാഅത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ കുറ്റ്യാടി വാർഷികം നടന്നു. ഷെയ്ഖ് അബ്ദുള്ള സാഹിബ് തമിഴ്നാട് ആയിരുന്നു ആ യോഗത്തിലെ മുഖ്യ അതിഥി. സ്വതസിദ്ധമായ ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കുറ്റ്യാടിയെ പിടിച്ചു കുലുക്കിയത്. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനാർത്ഥം ദിവസങ്ങളോളം ഹാജി സാഹിബ് കുറ്റ്യാടിയിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് അബ്ദുള്ള കുട്ടി മൗലവിയുടെ സമ്മതത്തോടുകൂടി ജനാബ് എന്ന് പറഞ്ഞ് കുറെ ആളെ പേര് അദ്ദേഹം എഴുതുന്നുണ്ട്. അവസാനം പറയാണ് ഹാജി സാഹിബിനെ സമീപിച്ച് കുറ്റ്യാടിയിലെ ഖുതുബ പരിഷ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചത്. അപ്പൊ 1950 വരെ ഇവിടെ അറബിയിൽ ഖുതുബ ഓതുന്ന ശരിയായ സഹീഹായ ജുമയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അബ്ദുള്ള കുട്ടി മൗലവി ഹാജി സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഹാജി സാഹിബ് എന്താ പറഞ്ഞത്? സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണ്ട, നേരത്തെ നടക്കും പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ അതിന് സന്നദ്ധരാണോ എങ്കിൽ അതിനൊരുങ്ങിക്കൊള്ളുക. അകപ്പള്ളി നിറയെ കാലെ കൂട്ടി അനുകൂലികളെ ഇരുത്തിയാൽ നന്ന്, സംഗതി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതായിരുന്നു ഹാജി സാഹിബിന്റെ പ്രതികരണം. പള്ളി പിടിച്ചെടുക്കാനുള്ള പദ്ധതി അദ്ദേഹം പറഞ്ഞെടുത്തു. അനുകൂലികളെ ആദ്യം പള്ളിയിൽ കൊണ്ടുവന്ന് നിർക്കുക. ജുമഅക്ക് സമയമായി, പള്ളി ജനനിബിഡമായി. നേർച്ച കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നീളക്കുപ്പായം ധരിച്ച് തലേക്കെട്ടണിഞ്ഞ് ഫൈൽസാൻ പുതച്ച് മിമ്പറിൽ കയറാനുള്ള ഒരുക്കത്തിൽ പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുകയാണ്.
മൊയ്തീൻ മുസ്ലിയാർ മൂലയിൽ വെച്ച വാള് കയ്യിലെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് 2 അടി മുമ്പോട്ട് വെച്ച് വാൾത്തലപ്പ് നിലത്തുകുത്തി 2 കൈയും വാൾപ്പിടിയിൽ ഒന്നിനു മേലെ ഒന്നായി വെച്ച് ഒന്ന് നിവർന്നു നിന്ന് മആസറ വിളിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഹാരി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി കിഴക്കോട്ട് തിരിഞ്ഞ് മിമ്പറിന്റെ മുകളിലെ പടിയിൽ ഉപവിഷ്ടനായി കഴിഞ്ഞിരുന്നു. അപ്പോ എങ്ങനെയുണ്ട് സംഭവം? കാദിയാര് ഒത്തുപോതാൻ വേണ്ടി നീളക്കുപ്പായം ഇട്ടിട്ട് കാത്തിരിക്കുക, മുക്കരിക്ക വാളെടുത്തിട്ട് മആസറ വിളിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഹാജി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി ഇരിക്കുക. മൊയ്തീൻ മുസ്ലിയാരൊന്ന് ഞെട്ടാതിരിക്കോ? മുക്കരിക്ക ഞെട്ടാതിരിക്കോ? ഇതെന്താ സംഭവം? മൊയ്തീൻ മുസ്ലിയാരോ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കുക എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. സദസ്സ് നിശബ്ദം. മുസ്ലിയാര് കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. നിർത്തടമായ സറ കൊടുക്കട ബാങ്ക് തന്നെ മുസ്ലിയാരെ പിടിച്ച് കണ്ട് തിരിച്ച്, എന്നിട്ട് ബാങ്ക് കൊടുപ്പിച്ചു. എന്നിട്ടോ തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വതന്ത്ര മലയാള ഖുതുബ നടന്നു. ഇങ്ങനെയാണ് പള്ളി പിടിച്ചെടുത്തത്. പിന്നീട് മഖ്ബറ തകർത്തു. അതും അവര് തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1964 പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കപ്പെടുന്ന അസാധാരണ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കി. അങ്ങനെ പരസ്യമായി ഇവിടെയുള്ള വലിയ ഒരു പ്രസിദ്ധമായ മഖ്ബറ പൊളിച്ചു നീക്കി. അങ്ങനെ കടുത്ത ഭീകര പ്രവർത്തനങ്ങളിലൂടെ ഇവിടെയുള്ള പാവപ്പെട്ട സുന്നികളെ അടിച്ചമർത്തി ഇവിടെ മക്കയിലും മദീനയിലും നടന്നുകൊണ്ടിരിക്കുന്ന ജുമുഅ നിസ്കാരവും തറാവീഹ് നിസ്കാരവും മറ്റുള്ള പലതും മാറ്റിമറിച്ച ഒരു പ്രദേശമാണ് കുറ്റ്യാടി. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇവിടുത്തെ ടൗണിൽ വായിച്ച് കേൾപ്പിച്ച് ജനങ്ങൾക്ക് മുമ്പ് കാലത്ത് ഇവിടെ നടന്ന സുന്നത്ത് ജമാഅത്തിനെതിരെ നടന്ന എന്തെല്ലാം ക്രൂരതകളുണ്ടോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ദിവസങ്ങൾ, 1 ദിവസവും 2 ദിവസവും ഒന്നല്ല, തുടർച്ചയായി 1 മാസം വയത് തുടർച്ചയായ ഖണ്ഡന, 1ഉം 2ഉം ഒന്നല്ല, തുടർച്ചയായ ഖണ്ഡന പ്രസംഗം ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഞാൻ 19 കൊല്ലത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം കുറ്റ്യാടിയിൽ അറിയാറുണ്ടായിരുന്നില്ല. അപ്പോ ആദ്യമായിട്ടൊരു നബിദിന പരിപാടി തുടങ്ങാൻ അതിനു മുമ്പ് ഒരു പ്രസംഗം നടത്തി. അന്ന് നബിദിനത്തിന്റെ തെളിവുകൾ വളരെയേറെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുപാട് കിതാബുകൾ ഞാൻ ജിദ്ദയിൽ നിന്നും മറ്റും വളരെ കഠിനാധ്വാനം ചെയ്ത് ഇവിടെ എത്തിച്ചിരുന്നു. ഓലശെഡിൽ തന്നെ കിതാബുകൾ കൊണ്ടുവന്ന് നിറച്ചിരുന്നു. കിതാബുകൾ വെച്ചിങ്ങനെ സംസാരിച്ചു. അപ്പൊ വയനാട്ടിൽ നിന്ന് ഒരു മൗലവി വന്നു. ഞാൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ ഈ മൗലവി വന്നിട്ട് ഒരൊറ്റ പ്രസംഗം വെല്ലുവിളിച്ചിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു തഫ്സീർ കാണിച്ചു തരുന്നു. പിറ്റേന്ന് ആലൂസിയുടെ റൂഹുൽ ബാനി തഫ്സീർ ഓലശെഡിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്റ്റേജിൽ ഹാജരാക്കിയിട്ട് കാണിച്ചു. പിന്നെ അയാൾ ഇങ്ങ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ അയാളെ ശബ്ദം തന്നെ ഇതുവരെയും കേൾക്കാറില്ല എന്നുള്ളതാണ് ശരി. ഇപ്പൊ അയാളെ പേരിന് എവിടെയും കാണുന്നില്ല. വയനാട്ടിൽ നിന്ന് വന്നൊരു മൗലവിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് വെറും ഒരു ഓലശെഡ് കെട്ടിയിട്ട് ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക എന്നത് ഒരു ചെറിയ വിഷയം ആയിരുന്നില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ത്യാഗത്തിന് സന്നദ്ധമായി അതിന് ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നമുക്ക് ചെയ്തിട്ടുണ്ട്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിന്റെ മേൽ ഒരാൾ പരമേൽപ്പിച്ചാൽ അവനെ മതിയാക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആദ്യകാലത്തൊക്കെ കുറെ നടന്നും കുറെ ബസ്സിനൊക്കെയാണ് ഇവിടെ പ്രവർത്തനത്തിന് വരാറ്. ഒരു ദിവസം ഞാനിവിടെ ടൗണിൽ ഒരു പ്രസംഗം നടത്തി. മഗ്‌രിബ് നിസ്കാരത്തോടനുബന്ധിച്ച് നിർത്തി. ഉടനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജീപ്പ് കയറിപ്പോയി. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ടാക്സി വണ്ടി കൂട്ടി എന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് ഈ ടാക്സിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എവിടത്തേക്കാണ്? ഞാൻ പറഞ്ഞു പേരോട് പോകാനാണ്. എന്നോട് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അറിയാവുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയാന്ന് പറഞ്ഞു. അയാൾ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അയാൾ എനിക്കറിയില്ല, അയാൾ നിസ്കരിക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ, മഗ്‌രിബ് നിസ്കാരത്തിന് നിൽക്കാതെ ഞാൻ വണ്ടി കയറിയിട്ട് അപ്പുറത്ത് കൊകർത്തായ പള്ളി പോയി നിസ്കരിച്ചതുകൊണ്ട് ഞാൻ നിസ്കരിക്കാത്ത ആളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നു ഇവിടെ. ഈ അടുത്ത് ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് ഞാനും ബീനാൻ ഹാജി ഡ്രൈവർ മുഹമ്മദും കൂടി ദുബായിൽ ഒരു അറബീനെ കാണാൻ വേണ്ടി പോയി. നിസ്കാരം ഞാൻ 12 മണിക്ക് നിസ്കരിക്കാൻ തീരുമാനിച്ച്, ആദ്യത്തെ ജമാഅത്ത് പങ്കെടുക്കാൻ ഇപ്പൊ കഴിയില്ലാന്ന് തീരുമാനിച്ചു. 12 മണിക്ക് ജമാഅത്ത് ഉണ്ട്, അതിന് പങ്കെടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ പോയി ഒരു പള്ളീന്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ അവിടെ വിത്ർ നിസ്കാരം തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് റക്അത്താണ്.
അപ്പൊ ഈ അറബി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലൊന്ന് കയറി, ബീരാനാജും കയറിയിട്ട് പള്ളിയിൽ ഇങ്ങനെ ഒട്ടാകെ നോക്കി. അത് അവിടെ നിന്ന് കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി, പുറത്തിറങ്ങിപ്പോയോ നോക്കാൻ വേണ്ടി താഴെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് പള്ളിയിലുള്ള എല്ലാവരും ഇറങ്ങി, ഞങ്ങളിങ്ങോട്ട് പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കുവൈറ്റ് പോയപ്പോ എന്നോട് നെറ്റിലുണ്ട് നിങ്ങൾ 8-3-11 നിസ്കരിച്ചിട്ട് ഇറങ്ങിന്ന് പള്ളിയിൽ, ജുമൈറയിലൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങിയെന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ അങ്ങനെ സംഭവം ഉണ്ടായില്ലല്ലോ. അപ്പൊ നോക്കുമ്പോൾ സംഭവം ഇതാണ്. ഞാൻ ഈ അറബിനെ കാണാൻ വേണ്ടി അവിടെ കയറിയിരുന്നു. ഇറങ്ങി വരുന്ന സമയത്ത് ഇവര് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അവരപ്പം തന്നെ തീരുമാനം എടുത്തു 11 നിസ്കരിച്ചില്ല. ഞാൻ ഒറ്റ റക്കയത്തും നിസ്കരിച്ചില്ല, എന്റെ ജീവിതത്തിലെ പള്ളിയിൽ നിന്ന് ഒരൊക്കെ നിസ്കരിച്ചില്ല. അപ്പൊ ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ വരുത്തുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ സാധാരണ സ്വഭാവം. ആദ്യം ഉണ്ടായ ആരോപണം നിസ്കരിക്കാറില്ല എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് തറക്കല്ലിടലിന് ക്ഷണിക്കപ്പെട്ടവരെ ഫിത്ന പറഞ്ഞ് തടഞ്ഞു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഓലഷെഡിൽ ആദ്യം തന്നെ ദർസ് തുടങ്ങാൻ വേണ്ടി പുല്ലൂക്കർ ഉസ്താദ്, AP ഉസ്താദ്, അബേൽത്ത് തങ്ങൾ, അലിബാഫക്കി തങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ നേതാക്കന്മാർ പലരും പങ്കെടുത്തുകൊണ്ട് തുടങ്ങാൻ. അപ്പൊ ആ തുടങ്ങുന്ന ദർസ് തുടങ്ങുന്ന സമയത്ത്, അറബി കോളേജ് തുടങ്ങുന്ന സമയത്ത് ഓലഷെഡ് തന്നെ കുട്ടികളൊക്കെ ഈ ഷെഡിൽ കിടക്കാൻ വേണ്ടി ധൈര്യപൂർവ്വം അവരും വന്നു, നമ്മളും വന്നു. അങ്ങനെ ദർസ് തുടങ്ങാൻ. അപ്പോ ആ ദർസിന്റെ ആരംഭത്തിൽ അന്ന് ഇവിടെ ഇന്ത്യ രാജ്യത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വലിയ കോലാഹലം നടക്കുന്ന സമയം. ആദ്യം തന്നെ ഉസ്താദ് പ്രസംഗത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ. ആരാണ് ഇലക്ഷനിൽ ജയിക്കുക എന്നാണ് നമ്മൾ പറയാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അധികാലം വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയാം, കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും തന്നെ ഉസ്താദ്. അവരോട് കുറെ ആളുകൾ പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവരവിടെ നിന്ന് പ്രസംഗം കേട്ടു. അത് കഴിഞ്ഞ് രാഷ്ട്രീയ ആരോപണങ്ങൾ, സാധാരണ നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുക, അത് വലിയൊരു ഒരു രംഗാണ്. അവിടെയും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ഓലഷെഡിൽ തന്നെ കൊല്ലങ്ങളോളം കഴിച്ചുകൂട്ടി. അങ്ങനെ ഓലഷെഡിൽ 2 പ്രാവശ്യം വലിയ വെള്ളം കയറി. അന്ന് മുത്താലിമീങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു, ഇന്ന് രാത്രി ചോറ് വെക്കരുത്, അഥവാ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എടുത്ത് ഓടാൻ കഴിയുന്നത് കൊണ്ട് പൊറാട്ടയാണ് നല്ലത്. പറഞ്ഞ പോലെ തന്നെ അസറിന്റെ ശേഷം വെള്ളം കയറിയപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്ന പൊറാട്ട എടുത്ത് ഓരോരുത്തർ ഓടി. അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയി ഓരോ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ താമസിപ്പിച്ചു. ഞാൻ ഒരു പഴയ വണ്ടി ഉണ്ടായി, ഞാൻ ആ വണ്ടിയിലും കയറിയിരുന്ന് അങ്ങനെ നേരം വെളുപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ സിറാജുൽ ആരംഭകാലത്തുണ്ടായിട്ടുണ്ട്. 97 മെയ് 9 ആദ്യമായി മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അതുവരെ 90 മുതൽ 7 കൊല്ലത്തോളം ഓലഷെഡിൽ തന്നെയാണ് മദ്രസ നടന്നത്. അതുപോലെ 3 വർഷത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു 92 ഡിസംബറിനാണ് പള്ളിക്ക് തറക്കല്ലിട്ടത്. അവിടുന്ന് അങ്ങോട്ട് 94 ഫെബ്രുവരി 6 ഉദ്ഘാടനം ചെയ്തത്. 990 മുതൽക്ക് 89, 90 കാലത്ത് ജുമാ ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ 4 കൊല്ലത്തോളം ഓലഷെഡിൽ തന്നെയാണ് ജുമാ നിസ്കരിച്ചത്. അതിരാവിലെ വന്ന് പായൊക്കെ ഞാൻ തന്നെയാണ് പിരിക്കല്. കാരണം വേറെ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ അധികാലം നിശ്ചയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ പായ പിരിക്കാൻ, ചിലപ്പോൾ ബാങ്കും കൊടുക്കും, ഖുതുബ ഓതും, ചിലപ്പോൾ ഇമാമത്ത് നിൽക്കും. എല്ലാ പരിപാടിയും ഞാൻ തന്നെ നടത്തും. അങ്ങനെ കഴിയുന്നത് മറ്റുള്ളവരെ സഹകരിപ്പിക്കും. അങ്ങനെയാണ് ആദ്യകാലത്ത് ഒരുപാട് കാലം നടന്നുകൊണ്ടിരുന്നത്. ചുരുക്കി പറയാണ്, അതിനിടയിൽ ഇവിടെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ശാന്തി നഗറിൽ ഈ കൊല്ലം ഒരു സ്രാമ്പിയിൽ 20 റക്കഅത്ത് തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ വല്ലേ അവതൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഡോക്ടർ ആലി സാഹിബിനെ കൂട്ടിയിട്ട് അയാളെ വണ്ടിയിൽ അവിടെ പോയി. അങ്ങനെ ആ നിസ്കാരത്തിൽ 20 റക്കഅത്ത് ഞങ്ങളും പങ്കെടുത്തു. ആ സ്രാമ്പിയിൽ ഇരുന്നിട്ട് ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ചെയ്തതായിരുന്നു. ഈ സ്രാമ്പി നമുക്ക് തരണമെന്ന് തന്നെ അള്ളാഹിനോട് ബദരീങ്ങളെ തവസ്സുലാക്കിയതായിരുന്നു. അൽഹംദുലില്ലാഹ് പിന്നീട് ആ സ്രാമ്പി നിൽക്കുന്ന സ്ഥലവും നമുക്ക് കിട്ടിയതിന് തൊട്ടുള്ള സ്ഥലവും കിട്ടി. അവിടെയാണ് ഇപ്പൊ ശാന്തിനഗറിലെ പള്ളി നിൽക്കുന്നത്, അവിടെയാണ് ശാന്തിനഗറിലെ മദ്രസ നിൽക്കുന്നത്. അതൊക്കെ വലിയ ചരിത്രമാണ്. ഞാനവിടെ സ്ഥലം എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എതിർപ്പുണ്ടായി. അപ്പൊ ഒരു യോഗം വിളിച്ചു. യോഗത്തിൽ പലരും എന്നോട് അവിടെ ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കാൻ നാളെ നിങ്ങൾ പോയി പെർമിറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ നിന്ന് വിദേശത്തേക്ക് പോകണം നിർബന്ധമായിട്ട്. അതിന് മുമ്പ് പരിപാടി നടത്താം, നാളെ പെർമിറ്റ് ഉണ്ട്. പെർമിറ്റിന് വേണ്ടി ഇവർ ചെല്ലുന്നതിന് മുമ്പ്, അതിന്റെ 1 മണിക്കൂർ മുമ്പ് വേറെ ആൾ വന്ന് പെർമിറ്റ് വിട്ടു പോയി. പിന്നെ അവിടെ പ്രസംഗിക്കാൻ വകുപ്പില്ല. ഞാൻ പറഞ്ഞത് എന്റെ പോക്കിയാ നീട്ടിക്കോളാം, നമുക്ക് പ്രസംഗം അവരെ ഇതിന്റെ ശേഷാക്കാതാണ്. അങ്ങനെ നിർത്തിയതുകൊണ്ട് വലിയ നിയമത്തിൽ എനിക്ക് കിട്ടി. ഈ സ്ഥാപനത്തിന് ഡൽഹിയിൽ നിന്ന് SCR അനുസരിച്ച് നമുക്ക് പെർമിഷൻ കിട്ടേണ്ടതുണ്ടായിരുന്നു വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാൻ. അതിന്റെ കത്ത് വരുന്നത് ഈ സന്ദർഭത്തിലാണ്. അള്ളാഹു അത് ഈ സ്ഥാപനത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ് അവരെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയിൽ പോയി പെട്ടെന്ന് തന്നെ നമ്പർ കിട്ടി. അവർ ചെയ്തത് എതിരായിട്ടാണെങ്കിലും നമുക്ക് അനുകൂലമായി ഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. 1992
ഈ നമ്മളിപ്പോ കയറി വരുന്ന സ്ഥലത്ത് വലതുഭാഗത്തുള്ള വീട്ടിന്റെ സ്ഥലം ഞാനത് ക്യാഷ് കൊടുത്ത് വിലക്ക് വാങ്ങി. അത് വിലക്ക് വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആധാരം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് അതിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയൊരു നേതാവ് ടി കെ അബ്ദുൽ മൗലവിയുടെ അമോശൻ കേസ് കൊടുത്തു. അദ്ദേഹം കൊടുത്ത കേസ് വന്നപ്പോ എനിക്ക് കേസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കേസ് കൊടുത്തു. അദ്ദേഹത്തിനാണ് 5-ൽ 4 അവകാശ അയാൾക്കാണെന്ന് കേസ് കൊടുത്തു. ഇപ്പോഴാ കാണുന്ന നമ്മുടെ SVSന്റെ ഓഫീസ് നിൽക്കുന്ന വീട് നിൽക്കുന്ന സ്ഥലം കേസ് കൊടുത്തു. വാസ്തവത്തിൽ കള്ളക്കേസായിരുന്നു അത്. അസ്ഥലം തന്നെ മോൺസൺ എന്ന ക്രിസ്തീയ സഹോദരനും ബിയാത്തുവിനും അങ്ങനെ പറയും പലർക്കും ഇത് മുമ്പ് വിറ്റിട്ടുണ്ട്. അപ്പോഴൊന്നും കേസ് കൊടുത്തില്ല. സിറാജുൽ ഉലക്ക് വാങ്ങിയപ്പോൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു അത് പുറത്തു കൊടുത്തത് കൊണ്ടാണ് കേസ് കൊടുത്തത്. അപ്പൊ മോൺസൺ അകത്തും സുന്നികൾ പുറത്തും, അങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടാണ് കേസ് കൊടുത്തത്. ആ കേസുമായിട്ട് കുറെ ദിവസങ്ങൾ കെട്ടിവലഞ്ഞു. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ആ കേസിന്റെ സമയത്ത് നല്ല സേവനം ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കമ്മീഷൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉണ്ട് കുറെ കുട്ടികൾ, ഇയാൾ ഈ പാലം വിഴുങ്ങണമെന്ന് തന്നെ അങ്ങനെ തന്നെ അങ്ങ് വിഴുകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഇവിടുന്ന് മുറിച്ച തെങ്ങൊന്നും കാണാത്ത കുട്ടികൾ എവിടെയാ കൊണ്ടുപോയെന്നൊരു പിടുത്തമില്ലാതെ. ഏതായിരുന്നാലും ശരി, ആ കേസ് വടകര കോടതിയിൽ നടന്നു. എന്നെ വിചാരണ ചെയ്തു. ഞാൻ കൂട്ടുമ കയറി സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് കേസിൽ നമ്മൾ ജയിച്ചു. അയാൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പിന്നെ കേസ് നടന്നു. ഞാൻ എന്നോട് ആദ്യത്തെ തന്നെ പറഞ്ഞു ഇത് അയാൾ അവസാനത്തെ കേസ്, എന്റെ ആദ്യത്തെ കേസാണ്. പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നു. അയാൾ മരിച്ചുപോയി, എനിക്ക് വേറെയും കേസ് വരികയും ചെയ്തു. ഇരിക്കട്ടെ, ഹൈക്കോടതിയിൽ നിന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് അനുകൂലമായി വിധി കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇനി ഇവരെവിടെയും പോകില്ല. കാരണം ഏതായാലും ഹൈക്കോടതിയിൽ തോറ്റല്ലോ. ഞാൻ സംഭവം പറയട്ടെ, അള്ളാഹു തആല അവരെ കൊണ്ട് കുറച്ചും കൂടി പൈസ ചെലവാക്കി. അവര് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് സുപ്രീം കോടതിയിലേക്ക് കേസിന് ചെന്നപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോയി ഫയൽ കൊടുക്കുമ്പോൾ തന്നെ തള്ളിപ്പോയി. 1992 തുടങ്ങിയ കേസ് 2009 ശേഷമാണ് അവസാനിച്ചത്. അപ്പോഴേക്ക് സുപ്രീം കോടതി വരെ അവർ പോയി. സുപ്രീം കോടതിയിലും അവരുടെ കേസ് തള്ളിപ്പോയി. ഇപ്പൊ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു കോടതിയിലും പോകാനില്ല. എല്ലാ സ്ഥലത്തുനിന്നും അവരുടെ കേസ് തള്ളി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കവിടെ നല്ല ബിൽഡിംഗ് ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അന്ന് പലരും എന്നെ പരിഹസിച്ചവരുണ്ട്, അതുപോലെ തന്നെ പലരും ഭീഷണിപ്പെടുത്തിയവരുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ഓഫീസ് ഉണ്ടാക്കും ഞങ്ങൾ അവിടെ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇനി ആ ഓഫീസൊന്നും ഏതായാലും ഉണ്ടാക്കാൻ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമ്മൾ നടത്തിയ എല്ലാ ദുആക്കും അള്ളാഹു ഉത്തരം തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ചുരുക്കി പറയുന്നു, അങ്ങനെ എത്ര സംഭവങ്ങൾ. മണ്ണൂരിൽ നമ്മൾ മദ്രസ തുടങ്ങാൻ ആരംഭിക്കാൻ തീരുമാനിച്ചു. അവിടെ കോരങ്കോട്ട് കുഞ്ഞമ്മദ് ഹാജി ഒരു സ്ഥലം തന്നു. ആ സ്ഥലത്ത് മദ്രസയുടെ തറകെട്ടുന്നവരാരും ഒന്നും പറഞ്ഞില്ല. തറകെട്ടിയിട്ട് പില്ലർ ഇപ്പോ ഒരു കൂട്ടർ ഇത് പൊതുസ്ഥലമാണ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വലിയ പ്രശ്നമായി. എല്ലാ പാർട്ടിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കയ്യിലാക്കി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കോടതിയും കേസുമായി അങ്ങനെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ അവിടെ തറയിൽ മണ്ണിടാൻ വേണ്ടി ഞാനും മുത്തലിബ് ഉസ്താദും ഇബ്രാഹിം ഉസ്താദും ഞങ്ങളൊക്കെ കൂടി പറഞ്ഞേയും കൈക്കോട്ടൊക്കെ എടുത്ത് പോയി. എന്നിട്ട് അവിടെ പണിയെടുത്തു. വിദ്യാർത്ഥികളും ഉസ്താദുമാരും എല്ലാവരും കൂടി പണിയെടുക്കാൻ പോയി. അവിടെ തടയാൻ വേണ്ടി ഒരു കൂട്ടർ വന്നു. പോലീസുകാർ അവർ തടഞ്ഞു വെച്ചു. വലിയ പ്രശ്നമായി. അവസാനം ചുരുക്കി പറഞ്ഞാൽ അത് മധ്യസ്ഥായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്കൊരു ദോഷവും പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അതുവരെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൈവശത്തിലുണ്ടായിരുന്ന 7 തെങ്ങും ഏകദേശം 5-8 സെന്റ് സ്ഥലവും അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കിട്ടിയെന്നല്ലാതെ നമുക്കൊരു ദോഷവും ആ വകുപ്പിൽ വന്നിട്ടില്ല. അവിടെ പള്ളിയും മദ്രസയും സ്ഥലവും ഒക്കെ അള്ളാഹു തആല തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കെട്ടിയ തറയുടെ പൈസയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു കൂട്ടരോട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് പരിഹരിച്ചു. അങ്ങനെ ഓരോ പ്രദേശം തോട്ടത്താങ്കണ്ടിയിൽ ലോകത്ത് ഞാൻ എവിടെയും കേട്ടില്ല മുസ്ലിമീങ്ങൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് സ്റ്റേ വാങ്ങിയൊരു സ്ഥലമാണ്. മുസ്ലിം പള്ളിയിൽ, ക്രിസ്ത്യാനി പള്ളിയിലല്ല. ആ നാട്ടുകാരായ 4 ആളുകളെ പള്ളിയിൽ കയറാൻ പാടില്ല സ്റ്റേ വാങ്ങിയിരിക്കുന്നു. അപ്പൊ ആ നാട്ടുകാരായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സുന്നി സിലബസ് പ്രകാരം ഞങ്ങളെ കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചതാണ് ചെയ്തത്. അതിന്റെ പേര് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ പോയി പ്രസംഗം നടത്തി. ഇസ്ലാമും ജമാഅത്ത് ഇസ്ലാമിനുള്ള വിഷയം വെച്ചിട്ട് അവർ പ്രസംഗിച്ചു. സുബ്ഹാനല്ലാഹ്, എന്നെ അവിടെ ഇറങ്ങാൻ വിടൂല എന്ന് പറഞ്ഞു. അവിടെ അമുസ്ലിം സഹോദരന്മാരടക്കം നമ്മളോട് സഹകരിക്കാൻ പറഞ്ഞു. അന്ന് സദസ്സിൽ എത്രയോ അമുസ്ലിമീങ്ങൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി മുന്നിൽ തന്നെ വന്നിരുന്നിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ ഈ പള്ളിയും മദ്രസയും അള്ളാഹു തആല തന്നു. അങ്ങനെ നല്ല ത്യാഗത്തിന് മുതിർന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ അവർ ഈ സ്ഥാപനം കാണാതെ, എന്നെ തന്നെ കാണാതെ, അതിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ അവർ ഈ സ്ഥാപനം അങ്ങനെ നല്ല ത്യാഗത്തിന്, അതുപോലെ ഒമാനിലും ബഹ്റൈനിലും UAE-യിലും അതുപോലെ കുവൈത്തിലും ഒരുപാട്
ഈ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായി സ്ഥാപിച്ചു നടന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് വലിയ സഹകരണം ഇതുവരെയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തനരംഗത്ത് കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ളവർ വളരെ കുറഞ്ഞ ആളുകളാണ് പല സ്ഥലങ്ങളിലും നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാകാറുള്ളത്. വേറെ പല ജില്ലകളും കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ തുടങ്ങി കണ്ണൂർ, മറ്റു പല സ്ഥലങ്ങളിലുമുള്ള നമ്മുടെ ഈ ജില്ലയുടെ പുറത്തുള്ള എത്രയോ ആളുകൾ സജീവമായി, തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സജീവമായി നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവർ ഉണ്ട്. എല്ലാവരുടെയും സഹകരണമാണ് നമ്മുടെ വിജയത്തിന് കാരണം. ചെറിയ കുമ്പളത്ത് വലിയ ജിഹാദിനൊരുങ്ങിയിട്ടുണ്ട് അവിടുത്തെ സുന്നികളായ ആളുകൾ. ഒരു ദിവസം വലിയ ജിഹാദിനൊരുങ്ങിയിട്ടുണ്ട് അവരുടെ സ്ഥാപനം അവർക്ക് കിട്ടാൻ വേണ്ടി. അൽഹംദുലില്ലാ അങ്ങനെ അവിടുത്തെ മദ്രസ കിട്ടി. ഇവിടെ വള്ളഞ്ചേരി ശാലി ആയിരുന്നു. അൽഹംദുലില്ലാ ഈ ആളുകളും മാറി, ഒക്കെ മാറി. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ 11ഓളം പ്രദേശങ്ങളിൽ നമുക്ക് പള്ളിയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പള്ളി ഉണ്ടായിട്ടുണ്ട്, മഹല്ലുകൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മുടെ മദ്രസകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസ ഹാജി അടക്കം ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയുടെ അന്നൂർ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്ത് ഉള്ളവരുമായി സഹകരിച്ചും കൂട്ടുകൂടിയും ചേർന്നും അംഗമായും അതിന്റെ സജീവ പ്രവർത്തകരായുമുള്ള എത്രയോ നൂറുകണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയുടെ പരിസരങ്ങളിൽ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും പ്രവർത്തകരുമായി മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ സ്തുതി. അവൻ ചെയ്ത നിഅമത്ത് വളരെ വലുതാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വലിച്ചിടാൻ എതിരാളികൾ